ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം എന്ന് പറയണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിലും അതിന് ഇന്ന് വകുപ്പില്ല. കാരണം ഇന്ന് ലൈവ് ഇല്ല. നിങ്ങൾക്കറിയാം, സാധാരണ വെള്ളിയാഴ്ച ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്ന കാര്യങ്ങളാണ് ശനിയാഴ്ച നമ്മൾ കാണുന്നത്. പക്ഷേ ഇന്നലെ വെള്ളിയാഴ്ച ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നമ്മുടെ ലാലേട്ടൻ വന്ന വീക്കെൻഡ് എപ്പിസോഡിന്റെ ഷൂട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് ഒന്നുമില്ല ലൈവിൽ കാണാൻ. നാളെ ചിലപ്പോൾ ഇന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ലൈവിൽ ചിലപ്പോൾ കാണാൻ സാധിക്കുമോ എനിക്ക് തോന്നുന്നില്ല, അതിനും വകുപ്പില്ല കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അറിയാൻ സാധിച്ചത് നമ്മുടെ ജിസൈൽ തക്രാലും അതുപോലെ ഒന്നിയിൽ രണ്ടുപേരും പുറത്തായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ നോക്കാം ഇനി എന്തൊക്കെയാണ് ലാലേട്ടൻ വലിച്ചു കീറുന്നത്, ആരെയൊക്കെ പ്രൊമോ ഒക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ എന്താണെങ്കിലും എനിക്ക് കുറച്ച് ആശുപത്രി കേസുകൾ വന്നതുകൊണ്ട് തന്നെ ഇന്നലെ ലൈവ് കാണാൻ സാധിച്ചില്ല. ഇന്നലത്തെ എപ്പിസോഡ് തന്നെ ഇന്ന് രാവിലെയാണ് ഞാൻ കണ്ടത്. രാവിലെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അതിനകത്തെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞേ പറ്റുള്ളൂ എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സംഗതി വേറൊന്നുമല്ല, നമ്മുടെ ഷാനവാസിക്കാക്കെ പറ്റിയിട്ടാണ്. ഷാനവാസിക്കാക്കയുടെ PR കുഞ്ഞുങ്ങൾ ഇപ്പോൾ വരും കേട്ടോ, ഓടിച്ചാടി താഴി പറന്നൊക്കെ വരും ഇപ്പം കമൻറ്റ് ബോക്സിലേക്ക്. അറിയാം മക്കളെ, പക്ഷെ പറയാനുള്ളത് ഞാൻ പറയും, അതിനകത്ത് എനിക്ക് ഒരു മടിയില്ല. അപ്പം സംഗതി തെണ്ടിത്തരമാണ് ഷാനവാസിക്കാക്ക വന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വളരെ മോശമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീയെ എടി പോടി എന്ന് വിളിക്കാനുള്ള റൈറ്റ്സ് അത് ഷാനവാസിക്കാക്ക് ആര് കൊടുത്തു? ഗെയിമാണ്. ഷാനവാസിക്കാക്ക നല്ല ഒന്നാന്തരം ഗെയിമറാണ്, ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷെ ഗെയിം കളിക്കുന്നു എന്ന് വെച്ച് സ്ത്രീകളെ മോശമായി ഓരോന്ന് പറഞ്ഞ് എടി 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 ഇത് തന്നെ വിളിച്ച് മറ്റേ ഗെയിം അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. പിന്നെ മാനുപ്പുലേറ്റർ, നല്ല ഒന്നാന്തരം മാനുപ്പുലേറ്ററാണ് ഷാനവാസിക്കാക്കാന്ന് എല്ലാവർക്കും അറിയാലോ. ഇന്നലത്തെ മറ്റേ അരി എറിഞ്ഞ കേസ്, മറ്റേ അരി അഴച്ച നമ്മുടെ മാവുണ്ടല്ലോ, മാവ് വലിച്ചെറിഞ്ഞ കേസ്, അതാണ് ഞാൻ പറയുന്നത്. വ്യക്തമായിട്ട് നമുക്ക് എപ്പിസോഡിലൊക്കെ കാണാം. 2 തവണ, ഒരു തവണയല്ല 2 തവണയാണ് പുള്ളി മറ്റേ തവി വെച്ചിട്ട് എറിയുന്നത് ബിന്നിയുടെ ദേഹത്തേക്ക്. എന്നിട്ട് രാത്രി കുത്തിയിരുന്ന് ഒണീലിനെയും അക്ബർ മാമനെയൊക്കെ കൂട്ടിയിരുത്തിയിട്ട് ആ സമയത്ത് ബിന്നി ഉറങ്ങാൻ പോയി. ആ സമയത്ത് എല്ലാവരെയും മറ്റേ പുറത്തിരുത്തിയിട്ട് വെളുപ്പില്ല. പകല് മൊത്തം തെണ്ടിത്തരവും ചെറ്റത്തരവും കാണിച്ച് കിടന്നിട്ട് രാത്രിയിൽ കൂടെ 2-3 എണ്ണത്തിനെ പിടിച്ചിരുത്തിയിട്ട് വെളുപ്പിക്കാൻ ശ്രമിക്കുക. നല്ല ഒന്നാന്തരം മാനുപ്പുലേറ്റർ കൊള്ളാം, ഗെയിം കൊള്ളാം. ഗെയിമിന്റെ ഒരു കണ്ണിലൂടെ പുള്ളി കാണിക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ ഓക്കെ ആണ്. പക്ഷേ ഒന്ന് ആഴത്തിലേക്ക് ഒന്ന് ഇറങ്ങി ചിന്തിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ തെണ്ടിത്തരമല്ലേ ഇയാൾ കാണിക്കുന്നത്. ഇപ്പൊ PR കുഞ്ഞുങ്ങൾ വരും, ഉടനെ വരും കമന്റ് ബോക്സിൽ, ഷാനവാസിക്ക സൂപ്പറാടാ, നീ പോടാ, നിനക്കൊക്കെ അതേ കഴിയത്തുള്ളടാ, നിനക്കൊക്കെ ഗെയിമായിട്ട് കാണാൻ കഴിയത്തില്ലടാ, അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഗെയിമാണ്, ഗെയിമിനകത്ത് പുള്ളി ഗെയിമറായിട്ട് നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്. പക്ഷേ ആ ഗെയിമിനകത്തേക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, അപ്പോൾ മനസ്സിലാവും. ഷാനവാസ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് കാണും, ഇല്ലേ? ഉണ്ട്. ഷാനവാസ് ജയിക്കണം അല്ലെങ്കിൽ ഷാനവാസിന് കപ്പ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ചില യൂട്യൂബേഴ്സിനെ പോലെ ഞാൻ കാണുന്നുണ്ട്. അതായത് അനീഷിന്റെ തെറ്റുകൾ വരുമ്പോൾ അതിനെ ഭയങ്കരമായിട്ട് പോർട്രേറ്റ് ചെയ്ത് കാണിക്കും. ഷാനവാസിന്റെ വരുമ്പോഴത്തേക്ക് നൈസായിട്ട് അതിനെ പറഞ്ഞു വിടുന്ന 1-2 ചേട്ടന്മാരെ ഞാനിവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഞാനിത് പറയുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ ഇന്നലെയാണത് ശ്രദ്ധിച്ചത്. എനിക്ക് ലൈവ് കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ, ആശുപത്രിയിലൊക്കെ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടക്കേണ്ട ഒരവസ്ഥ വന്നതുകൊണ്ട് തന്നെ എനിക്ക് ലൈവ് കാണാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു യൂട്യൂബറുടെ വീഡിയോ നോക്കിയപ്പോഴത്തേക്ക് അനീഷിന്റെ ഒരു തെറ്റിനെ അനീഷ് ഭയങ്കര ചിത്രത്തരം കാണിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പറേ വന്നിട്ട് ഷാനവാസിക്ക കാണിച്ചതിനെയൊക്കെ വളരെ ലൈറ്റായിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെന്താ അങ്ങനെ പറയുന്നത്? എല്ലാവരുടെയിലും തെറ്റിത്തരമുണ്ട്, ഇല്ലാതൊന്നും ഞാൻ പറയത്തില്ല. അനീഷും കളിക്കുന്നുണ്ട് നല്ല ഒന്നാന്തരം ഗെയിമും. കാരണം ഗെയിമറാണ് പുള്ളി നിന്ന് ഫൈറ്റ് ചെയ്യും. പുള്ളി ഇന്നലെ ബിന്നിയായിട്ടുള്ള ഒരു ചൊറിച്ചിൽ നിന്ന് മറ്റേ ഫൈറ്റ് ചെയ്യുക. പക്ഷെ ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിക്കുമ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യത്തില്ല, ബിന്നി പറഞ്ഞാൽ ഞാൻ ചെയ്യത്തില്ല, ആ ഒരു മൂടാ. ആ പുള്ളി തന്നെ മറ്റേ ആദിലായിട്ടുള്ള വിഷയത്തിൽ ഞാൻ ക്യാപ്റ്റനാ, ഞാൻ പറഞ്ഞാൽ നീ ചെയ്യണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഗെയിമേഴ്സാണ് അവര്, കാണിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ ഒരിക്കൽ പോലും അനീഷിന്റെ വായിൽ നിന്ന് മോശമായിട്ട് എടി 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 പോടി പോടി ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. പുള്ളി മറ്റേ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് പറഞ്ഞ് വെറുപ്പിക്കും, അതുണ്ട്. പക്ഷെ ഷാനവാസ് ഇന്നലെ കാണിച്ചൊക്കെ എന്താ ഷാനവാസ് കാണിക്കുന്നത്? അഗ്രസീവാണ് ഷാനവാസ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് രാത്രി ഇരുന്ന് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിരുത്തിയിട്ട് മറ്റേ വെളുപ്പീരുമുണ്ട്. ഓക്കെ, വെളുപ്പിച്ചോട്ടെ, ഷാനവാസിന്റെ ഗെയിം മനസ്സിലാക്കാം. പക്ഷെ ആ ലക്ഷ്മിയെ എടുക്കുക, ലക്ഷ്മിയാണ് അങ്ങോട്ട് കയറി ചുമ്മാ ആവശ്യമില്ലാതെ കണ്ടന്റ് ഉണ്ടാക്കാൻ പോയതാ. അത് മറ്റേ ഇന്നലെ നോമിനേഷൻ സമയത്ത് 1-2 പേര് പറഞ്ഞല്ലോ ലക്ഷ്മി ഒതുങ്ങിയിരിക്കുക എന്നു. അതുകൊണ്ട് മറ്റേ ചാടിക്കേറി ഒന്ന് അളവൻ ഇറങ്ങിയതാ ലക്ഷ്മി. ആവട്ടെ, ലക്ഷ്മി ഗെയിം കളിക്കട്ടെ, ലക്ഷ്മി കണ്ടന്റ് ഉണ്ടാക്കട്ടെ.
ഞാൻ അതിനകത്തൊന്നും കുറ്റം പറയത്തില്ല. പക്ഷെ അതിന്റെ പേരും പറഞ്ഞ് ഷാനവാസിന്റെ അടുക്കിലോട്ട് ചൊറിയാൻ ചെല്ലുമ്പം പൊടി 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 എന്തുവാടേ ഇത്? അനുമോളെ വിളിക്കുന്നത് കേട്ടു ഇന്നലെ രാത്രിയിൽ, പൊടി പൊടി എന്തുവാ ഇത്? അനുമോൾ ഉടനെ പറഞ്ഞു, താൻ തന്റെ വീട്ടിൽ പോയി ഭാര്യ വിളിക്കണോ? ഉടനെ മറ്റേ കാറിറക്കി, എന്റെ ഭാര്യയെ പറയാം, നീ ആരാടി എന്റെ ഭാര്യ? പറയത്തില്ലേ? ഉറപ്പായിട്ടും പറയും, ഉറപ്പായിട്ടും പറയും. ഞാനിപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി എടിപ്പൊടി എടിപ്പൊടി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ചെയ്യും? എന്നോട് പറയും, ഒന്നെങ്കിൽ വീട്ടിൽ ഇരിക്കുന്നവരെ പോയി വിളിക്കടാ എന്നേ പറയത്തുള്ളൂ. ഷാനവാസിന് എന്തും കാണിക്കാം, എന്തും വിളിച്ചു പറയാം, എന്ത് തെമ്മാടിത്തരവും ചെയ്യാം. വേറെ ആരെങ്കിലും വീട്ടിൽ ഇരിക്കുന്നവരെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതും പൊക്കി പിടിച്ചോണ്ട് നാണമില്ല ഇയാൾക്ക്. ഞാൻ അങ്ങനെ തന്നെ ആലോചിച്ചു, നാണമില്ല ഇയാൾക്ക്? ചുമ്മാ ഇരിക്കുന്നവരെ എല്ലാവരെയും ബോഡി വാടി എടി വാടി ബോഡി ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവർ വീട്ടിൽ പോയി ഭാര്യ വിളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് മാത്രം വലിയ പ്രശ്നം പുള്ളിക്ക്. അല്ല അതെവിടെ തന്നെ ആയവാ? അല്ല അതെവിടെ തന്നെ ആയവാ? ഈ PR ചേട്ടന്മാരൊന്ന് പറ, വ്യക്തമായിട്ട് ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഇപ്പൊ വരും, എനിക്കറിയാം കമന്റ് ബോക്സിലേക്ക് ഷാനവാസ്കി, പക്ഷേ അത് മേടിച്ചിട്ട് മിണ്ടായിരിക്കും, എന്നെ കിട്ടത്തില്ല. ഞാൻ പറയുക തന്നെ ചെയ്യും. ആരുടെ കയ്യിൽ തെറ്റുണ്ടെങ്കിലും ഞാൻ പറയും, മനസ്സിലായില്ലേ? ബിന്നിയൊക്കെ പോയി ചൊറിയുക, പക്ഷെ ആ ചൊറിച്ചിലിനെ തിരിച്ച് മാന്തി വിടുന്നതിന് പകരം എടി പോടി വാടി മാ പോലെ ചെറിയുക. എന്നാൽ എറിഞ്ഞ ചെയ്ത കാര്യം സമ്മതിക്കാനുള്ള നട്ടല്ല അതുണ്ടാവണം. ഞാൻ അത്രേ പറയുന്നുള്ളൂ. PR കുഞ്ഞുങ്ങളോടാ, ചെയ്ത കാര്യം അത് സമ്മതിക്കാനുള്ള നട്ടലുണ്ടായിരിക്കണം. ചെയ്തു പുള്ളി, വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പുള്ളി ചെയ്തു. പുള്ളി എന്നിട്ട് എല്ലാവരോടും രാത്രി ഇരുന്ന് പറയുമോ, ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ കൈ കുടഞ്ഞതാ, കൈ കുടഞ്ഞപ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് ഒരു ഇത്തിരി പോയി വീണതാന്ന്. നാണോ ഇല്ലേ പുള്ളിക്ക് അത് പറയാൻ? വ്യക്തമായിട്ട് കാണാൻ പുള്ളി മറ്റേ പാത്രത്തിന്റെ എന്തോ അതിന് പറയുന്നത്, നമ്മുടെ തവി വെച്ചിട്ട് എറിയുന്നത്, മറ്റേ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ രാത്രി നിന്നിട്ട് മറ്റേ വെളുപ്പീര. അറ്റ്ലീസ്റ്റ് പറഞ്ഞ കാര്യത്തിൽ അല്ലെങ്കിൽ ചെയ്ത കാര്യത്തിൽ ഉറച്ചു നിൽക്കണം. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് കൈയടിക്കും ഷാനവാസിന്, ഉറപ്പായിട്ട്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഷാനവാസ് ഒരു നല്ല ഗെയിമർ തന്നെ. ഷാനവാസിന് എങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നല്ല വൃത്തിക്കറിയാം ഷാനവാസിന്. ഷാനവാസ് അത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള പരിപാടികൾ ഇത് ഷാനവാസിനെ ചിലപ്പോൾ തിരിച്ചടിക്കുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇത്രയും കിടന്ന് ചിലക്കുന്നത്, മനസ്സിലായില്ലേ? തിരിച്ചടിക്കും. കാരണം ഒരു സ്ത്രീകൾ പുള്ളിക്കെതിരെ ആവത്തില്ലേ? അതോ സ്ത്രീകൾ ഈ വിളിക്കുന്ന മനുഷ്യരെല്ലാവരും എടുത്ത് തലേ വെക്കുമോ? ചുമ്മാ ഇരുന്നോണ്ട് മറ്റേ അപ്പന്മാരുടെ സ്വഭാവം കാണിക്കുന്നത് എടി 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 എടി, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇറിറ്റേറ്റഡ് ആവുന്നു. എടി പൊടി 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 എന്തുവാ ഇത്? വീട്ടിൽ ചേച്ചിമാരോടൊക്കെയാണ് ചോദിക്കുന്നത്, പ്രിയപ്പെട്ട ചേച്ചിമാരെ നിങ്ങൾ പറ, വേറെ ഏതെങ്കിലും ഒരുത്തം വന്ന് നിങ്ങളെ ഈ എടി പൊടി എന്ന് വിളിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ പറയും? മിണ്ടാതിരിക്കുവോ? ഹായ് അത് ഞങ്ങളുടെ ഷാനവാസിക്കയാ, അതുകൊണ്ട് ഞങ്ങൾക്ക് കേട്ടോണ്ടിരിക്കാം എന്ന് പറയുമോ? എനിക്ക് തോന്നുന്നില്ല. നല്ല ആട്ട് കനത്ത ആട്ടാട്ട് ഇല്ല, ചെയ്യത്തില്ലേ? ആ പരിപാടി, ഷാനവാസിന്റെ ആ പരിപാടികളോട് ഒരു കാരണവശാലും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല, ഒരു കാരണവശാലും. പ്രത്യേകിച്ച് ഇന്നലെ ആ ഒരു ജയിൽ ടാസ്കിനിടയ്ക്ക് അകത്തിരുന്നുകൊണ്ട് അനീഷാണ് ആദ്യമേ ആട്ടുന്നത്. മറ്റേ രണ്ടാട്ടും വേറെ കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ മറ്റേ ഉഴുന്നും മാവ് ആട്ടുന്ന പരിപാടിയില്ലേ, അത് ഫസ്റ്റ് അനീഷാ ചെയ്യുന്നത്. അപ്പൊ കുറെ നേരം അനീഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വന്നിട്ട് ആദിലയോ നൂറെ ആരൊക്കെയോ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യും. അതോ ബിന്നിയാണോ പറയുന്നത് രണ്ടുപേരും കൂടെ ചെയ്യും, പുള്ളി മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ ഷാനവാസ് ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഷാനവാസ് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ, ചെയ്യുന്നില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ ഷാനവാസിന്റെ ഇങ്ങനത്തെ ഗെയിം, ഒരു തരംതാണ് പോകുന്ന ചില ഗെയിമുകൾ ഷാനവാസ് അവിടെ ഇറക്കുന്നുണ്ട്. വളരെ മാനിപ്പുലേഷൻ വിടുക. പക്ഷെ എങ്ങനെ പറ്റുന്നു ഈ പുള്ളിക്ക് രാത്രി ഇരുന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇത്രയും തെണ്ടിത്തരം കാണിച്ചിട്ട്? അതും ഞാൻ ആലോചിച്ചു, എങ്ങനെ പറ്റുന്നു? അക്ബർ അതിൻ്റെ ഇടയ്ക്കോട്ട് ചാടിക്കയറി മറ്റേ ഒന്ന് പൊട്ടിക്കാൻ നോക്കുന്നുണ്ട്. അത് അകത്തിരുന്ന് മറ്റേ ആര്യം പറയുന്നുണ്ട്, ഇപ്പൊ അവനെന്ത് ഇടപെടും, അവരിപ്പോൾ ഇടപെട്ടിട്ട് അത് മറ്റേ കൂടുതൽ അങ്ങോട്ട് കത്തിക്കും. ഇല്ല എന്നൊന്നും അല്ല, കിട്ടിയ ചാൻസ് എല്ലാവരും മുതലാക്കട്ടെ. അതിനകത്തൊന്നും ഒരു തെറ്റും ഇല്ല. കണ്ടന്റ് ഉണ്ടാക്കട്ടെ. അക്ബറൊക്കെ ഒതുങ്ങിയിരിക്കുവോ? ഒന്നുമില്ല അക്ബറിനൊക്കെ ഇപ്പം. ഞാൻ വിചാരിച്ചു മറ്റേ ആദ്യം ഉണ്ടായിരുന്ന ഒരു ഫയർ ഉണ്ട് അക്ബറിന്, എവിടെ പോയെന്നേ മനസ്സിലാവുന്നില്ല. ഷാനവാസിനുണ്ട് ഇപ്പോഴാ ഫയർ ഉണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ ഷാനവാസ് കൈവിട്ട് പോവുക, തെമ്മാടിത്തരത്തിലേക്ക് പോവുക. കണ്ടന്റ് ഉണ്ടാക്കി ഇപ്പൊ തെമ്മാടിത്തരം കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇതിനെക്കാട്ടിലും എന്തുകൊണ്ടും ബെറ്റർ അല്ലേ അവിടെ വേറെ കുറെ ആൾക്കാർ? എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ. വളരെ ചീപ്പായിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേഷനിലേക്ക് ഷാനവാസ് പോകുന്ന പോലെ തോന്നി. അത് ഷാനവാസിന് ചിലപ്പോൾ ഒരു ബാക്ക് ഫയർ ചെയ്യാനായിട്ടുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ. പിന്നെ വേറെ കുറെ ടാസ്കുകളും അതും ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ ഒന്നും വലുതായിട്ട് ശ്രദ്ധിച്ചില്ല. ഞാൻ ഇത് തന്നെ ഒരു 2-3 പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച് കണ്ടു. കാരണം ഷാനവാസ് രാത്രി ഇരുന്നിട്ട് അവരോട് മറ്റേ വിളിപ്പിക്കുന്നു, ഞാൻ ഇങ്ങനെ കൈയൊന്ന് ആക്കിയതേ ഉള്ളൂ, അപ്പത്തേക്ക് മുഖത്തിത്തിരി വീണതാ. ഞാൻ വീണ്ടും പോയി നോക്കി ആ ജയിൽ ടാസ്ക് നടക്കുന്ന സമയം, നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആദ്യം ഒന്ന് മറ്റേ തവി വെച്ചിട്ട് എറിയും, അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും നല്ല വൃത്തിക്ക് എറിയും, എന്നിട്ടിരുന്ന് വെളുപ്പീരും. ആയിക്കോട്ടെ, പക്ഷെ നട്ടല് വേണ്ട ചേട്ടാ. ചെയ്ത കാര്യം ഉറച്ചു മറ്റേ നിന്ന് പറ, അതാണൊരു ഗെയിമർ, അത് വേണം. അതിന് പകരം രാത്രി ഇരുന്ന് ഇങ്ങനെ ചെയ്തപ്പോൾ പറ്റിപ്പോയതാണ്. ഇപ്പം എന്താണെങ്കിലും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പ്രധാനപ്പെട്ട് നോക്കിയ ഒരു കാര്യം. ഇത് മാത്രമാണ്, വേറെ ഒന്നും എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. അപ്പം എന്താണെങ്കിലും രാത്രിയിലത്തെ ലൈവ് നമുക്ക് നോക്കാം. ജിസേൽ തക്കറാലും മൊണിയിലും
രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ഇന്ന് പോകുന്നത്, ചിലപ്പോൾ മറ്റേ ആൾ നാളെ ആയിരിക്കും പോകുന്നത്, അറിയത്തില്ല. എന്താണെങ്കിലും ഇവർ രണ്ടുപേരും ടാറ്റ ബൈ ബൈ പറഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത്. നമ്മുടെ ജിസൈലും ആര്യനും രണ്ടുപേര് രണ്ട് വഴിക്കായതിനു ശേഷം അധികം നാൾ നിൽക്കാൻ പറ്റിയിട്ടില്ല ജിസൈലിന്. പടയെന്നും പറഞ്ഞ് തുടക്കത്തിൽ തന്നെ എന്തായാലും ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. പിന്നെ ഉണിയിലാണെങ്കിലും ഉണിയിലിന് സപ്പോർട്ട് ഉണ്ടായിരുന്നു, പക്ഷെ എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. ഗെയിം അതിനെക്കാട്ടിലും നല്ല ഗെയിമേഴ്സ് ഉണ്ട്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്താണെങ്കിലും വൈകിട്ടത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്ഡേറ്റ്സുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം. അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും കോണ്ടന്റ്സ്, കുറേ ആയിട്ട് നമ്മൾ ബിഗ് ബോസ് മാത്രമാണ്, വേറെ എന്തെങ്കിലുമൊക്കെ കോണ്ടന്റ് പ്രധാനപ്പെട്ട നമ്മുടെ ഏതെങ്കിലും സോഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ ഞാൻ അറിയിക്കും. പിന്നെ നിങ്ങളായിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് ഒന്ന് ഷെയർ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.